ഹായ് വെൽക്കം ടു എൻ എക്സാം റീസെറ്റ് സീരീസ്. ഈ ഒരു വീഡിയോസ് ദിസ് ഇസ് ദ എപ്പിസോഡ് 1 ആക്ച്വലി. അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഫോർ ദ സ്റ്റുഡൻസ് ഹു ആർ ഗോയിങ് ടു റൈറ്റ് +1 ആൻഡ് +2 എക്സാം. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ 10ാം ക്ലാസ്സിൻ്റെ SSLC എഴുതാൻ പോകുന്ന കുട്ടികളോടും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി 8, 9, 10 നിങ്ങൾ പഠിക്കുന്നതെന്ന് വെച്ചാലും നിങ്ങൾക്കും അത് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഈ എക്സാം റീസെറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സാധാരണ നമുക്കൊരു എക്സാമിന് പോകുന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടാവും, കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ ചാപ്റ്റേഴ്സ് പഠിച്ച് തീർക്കാനുണ്ട്, ഇതൊന്നും തീർന്നിട്ടില്ല, ഇനി എന്ത് ചെയ്യുന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവില്ലേ. അപ്പം അതിനൊക്കെ ഒന്ന് മറികടക്കാനും പിന്നെ അതിനൊക്കെ ഒരു എക്സാമിന് എഴുതാൻ പോകുന്ന സമയത്ത് ഒരു കുട്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു എക്സാം റീസെറ്റ് സീരീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. ഒരു ദിവസം ഞാൻ 5 മണിക്ക് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. റോ വീഡിയോസ് ആയിരിക്കും, അധികം എഡിറ്റഡ് ഒന്നായിരിക്കില്ല. സോ നിങ്ങൾക്ക് എല്ലാ ദിവസവും 5 മണിക്ക് ജസ്റ്റ് ഇരുന്ന് ഈ വീഡിയോ കാണാം ആൻഡ് ഗെറ്റ് ബാക്ക് ടു യുവർ സ്റ്റഡീസ്. എന്തെങ്കിലും ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടാതിരിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെ അധികം അലങ്കരിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു പോയിൻ്റായിട്ട് എടുക്കുക. ഒരു സാധനം മീൻസ് നിങ്ങളുടെ ഒരു ലൈഫിലേക്കോ നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന എക്സാമിലേക്കോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റായിട്ട് എടുക്കുക. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് സാധാരണ നമുക്ക് സ്ട്രെസ്സ് വരാറുള്ളത്? ഇപ്പോൾ എക്സാം സ്ട്രെസ്സ് എന്നുള്ളത് കുറേ ആൾക്കാർക്ക് ഉണ്ടാവുന്ന കാര്യമാണ്. ഫോർ മീ, ഞാൻ കുറേ കാലം എക്സാം എഴുതി മാറ്റിയെടുത്തൊരു സാധനമാണെന്നെങ്കിൽ വേണമെങ്കിൽ പറയാം. ഇപ്പം MBBS-നാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻറ്റേർണൽസ് ഉണ്ടാവും. യെസ്, ഇൻറ്റേർണൽസ് വരുന്ന സമയത്തും യൂണിവേഴ്സിറ്റി വരുന്ന സമയത്തും ഞാൻ ടെൻഷൻ അടിക്കാറുണ്ട്. തലേന്ന് രാത്രി ഇരുന്നിട്ട് ഒന്നും പഠിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. കാരണം അത്രയ്ക്കും സിലബസ് പൈലപ്പായിട്ട് നിൽക്കണ ഉണ്ടാവും. അത് പിന്നെ സ്വാഭാവികമാണ്. ബട്ട് ഇതുവരെ ഞാൻ ഒരു എക്സാം പേപ്പർ പോലും എനിക്ക് ഫെയിലായിട്ടില്ല. ഞാൻ യൂണിവേഴ്സിറ്റി എല്ലാം പാസ്സായിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ 3rd ഇയർ വരെ സോറി കേട്ടോ, എൻ്റെ ജലദോഷം പിടിച്ചിട്ട് സൗണ്ടിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് കരകര ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എക്സാം നടക്കുന്ന സമയത്ത് എന്തായാലും ടെൻഷൻ ഉണ്ടാവില്ലേ. കുറേ ആൾക്കാർ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുന്ന കാര്യം അതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ വരുന്നത്? ചിലപ്പം തീരെ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. അപ്പം നിങ്ങളിപ്പോൾ ഒരു 10ൽ SSLC എഴുതാൻ പോകുകയാണെങ്കിലും +2 എഴുതാൻ പോകുന്ന സമയത്താണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം ഞാൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ടെൻഷൻ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എക്സാമിന് രാവിലെ എണീറ്റിട്ട് ടെൻഷൻ അടിച്ചിട്ട് എന്താ ചെയ്യുക എന്നുള്ള അവസ്ഥ ഉണ്ടാകും. പക്ഷെ ആ സമയത്ത് ഞാൻ ഭയങ്കര കൂളായിട്ടാണ് പോകാറുള്ളത്. ഇനിയുള്ള അങ്ങോട്ടുള്ള കാലങ്ങളും അത് നടക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ബ്രീത്തിങ് എക്സസൈസ് ആട്ടോ. ഈ ബ്രീത്തിങ് എക്സസൈസ് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ എന്ന് ചോദിച്ചാൽ കുറേ കാര്യങ്ങൾക്ക് അത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്, ഈ ടെൻഷനൊക്കെ കുറയാൻ വേണ്ടിയിട്ട്. പക്ഷേ എക്സാമിൻ്റെ കേസിൽ വരുന്ന സമയത്ത്, നിങ്ങളിപ്പോൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് തലേന്ന് ഇപ്പോൾ പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ചോ. തലേന്ന് പഠിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തീരെ പഠിക്കാൻ പറ്റുന്നില്ല, ഒരു മെൻ്റൽ ബ്ലോക്ക് വരില്ലേ. ഇപ്പം എനിക്ക് പോലും ഈ യൂണിവേഴ്സിറ്റി എക്സാമിന് പെട്ടെന്ന് അങ്ങനെ ഫീൽ ചെയ്തു. കാരണം കുറേ പഠിക്കാനുണ്ട്, എന്താ ചെയ്യുന്ന മെൻ്റൽ ബ്ലോക്ക് എന്നുള്ളൊരു സംഭവം വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ആ ബുക്കൊന്ന് പൂട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണ് പൂട്ടി ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു 2 സെക്കൻഡ്സ് ബ്രെത്ത് എടുക്കുക. അങ്ങനെ ഒരു 3 സെക്കൻഡ്സ് എടുക്കുക. എന്നിട്ട് ഒരു 5 സെക്കൻഡ്സ് ആ ബ്രെത്ത് ഹോൾഡ് ചെയ്യുക. മീൻസ് ഒരു 5 സെക്കൻഡ് എങ്കിലും ഇങ്ങനെ 3 സെക്കൻഡ് എടുത്തു, ഒരു 5 സെക്കൻഡ് അത് ബ്രെത്ത് ഹോൾഡ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്താൽ എക്സേൽ ചെയ്യുക, മീൻസ് പുറത്തേക്ക് വിടുക. അങ്ങനെ ഒരു ബ്രീത്തിങ് എക്സസൈസ് ഒരു 10 വട്ടമൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാമാവും. കുറച്ചൊരു സുഖം ഉണ്ടാവും, പഠിക്കാനിരിക്കുന്ന മുന്നേ ഒരു കാമായിട്ടിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക്കൽ പ്രൂവൺ സാധനം തന്നെയാണ്. പക്ഷേ ഒരു എക്സാമിന് കയറുന്ന സമയത്ത് ടെൻഷൻ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഇനി അഥവാ എക്സാം ഹാളിൽ എത്തിയിട്ട് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന് മുന്നേ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്നതെന്ന് വെച്ചാൽ, അവിടെയും നിങ്ങൾക്ക് ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പം എക്സാം അല്ല, അപ്പം ഞാൻ ഒപ്പന കളിക്കാൻ പോകുന്ന സമയത്തും എനിക്ക് ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഞാനിത് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ കുറച്ചും കൂടി കാമാക്കാൻ വേണ്ടി ഇതാക്കും. ആ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഓക്കെ എനിക്ക് പഠിക്കണം, ലൈക്ക് ആ പോസിറ്റീവ് എനർജി കയറ്റാൻ നോക്കുക. ഒരു 5 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യുക. ഒരു 3 സെക്കൻഡ് തിരിച്ച് വിടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ ആ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ആ മൊത്തം നെഗറ്റീവ് എനർജി പുറത്തേക്ക് വിടുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത് നിങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. നിങ്ങൾ എക്സാമിന് ചെയ്തു നോക്കൂ. അതാണ് ഈ എക്സാം റീസെറ്റ് സീരീസിൽ എനിക്ക് ഫസ്റ്റ് പറയാനുള്ള കാര്യം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ടെൻഷൻ തോന്നുന്നുണ്ട്, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് എ പീസ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ നിങ്ങളെ ജേർണലോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൽ നിങ്ങളെ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് എഴുതുക. ജസ്റ്റ് ഒരു പെന്നെടുത്ത് എഴുതുക. ആ എഴുതി കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങളെ പ്രശ്നം സോൾവ് ആവും. അങ്ങനത്തെ രീതിയിൽ നിങ്ങളെ മൈൻഡ് നിങ്ങളെ സെറ്റ് എല്ലാം നമ്മുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. നമ്മൾ മൈൻഡിനെ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നോ അതുപോലെ ആയിരിക്കും നമ്മൾ ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട് പോവുക. അപ്പം അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങൾക്ക് തരാനുള്ള ഒരു അഡ്വൈസ്. ആ ഒരു പോയിൻറ്റ് ജസ്റ്റ് ട്രൈ ഇറ്റ്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ വേസ്റ്റ് ഓഫ് ടൈം ആണെങ്കിൽ അതും എന്നെ അറിയിക്കുക. താഴത്ത് കമൻസിൽ പറഞ്ഞാൽ മതി.
സോ ഐ ക്യാൻ ഇമ്പ്രൂവ് മൈ സെൽഫ്. എൻ്റെ ഈ വീഡിയോസും എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പറ്റിയ കോണ്ടൻറ്റ് എനിക്ക് തരാനും പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമ്മൾ എല്ലാ ദിവസവും 5 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബൈ.